മേലെ ഒരു ഫോട്ടോ കണ്ടില്ലേ? അത് നമ്മുടെ കർമ്മ ചേച്ചിയാണ്. കർമ്മ ചേച്ചി ഇപ്പൊ കേരളമൊക്കെ വിട്ടു. ഇപ്പൊ വിദേശ രാജ്യത്തിൽ കൂടെയാണ് സഞ്ചരിക്കുന്നത്. വിദേശ രാജ്യം എന്ന് പറയുമ്പോൾ മുസ്ലിം ഭൂരിപക്ഷമുള്ള വിദേശ രാജ്യത്തിൽ കൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കർമ്മ ചേച്ചി. അവിടെയുള്ള സ്ത്രീകൾ തട്ടമിട്ടിട്ടുണ്ടോ, പർദ്ദയിട്ടിട്ടുണ്ടോ, തുണി ഉടുത്തിട്ടുണ്ടോ, അതോ തുണി ഉടുക്കാതെയാണോ അവർ നടക്കുന്നതെന്നെല്ലാം അന്വേഷിച്ചു കൊണ്ടുള്ള ഒരു നടത്തമാണ് നമ്മുടെ കർമ്മ ചേച്ചി. ഒന്ന് കണ്ടു നോക്കാം. ഇനി മുതൽ മുഖം മറയ്ക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പൊതുസ്ഥലങ്ങളിൽ കറങ്ങി നടക്കാൻ പാടില്ല. മുഖം മറയ്ക്കുന്ന ഏതൊരു വസ്ത്രത്തിനും നിരോധനം ഏർപ്പെടുത്തി മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ കസാക്കിസ്ഥാൻ. കർമ്മ ചേച്ചി പറഞ്ഞ ഈ വിഷയത്തിന് അടിസ്ഥാനമായിട്ട് യാതൊരു തെളിവില്ല. ചുമ്മാ പറഞ്ഞിട്ട് ഒരു മുസ്ലിം സ്ത്രീയുടെ ഫോട്ടോയും മുഖം മറച്ച ഒരു മുസ്ലിം സ്ത്രീയുടെ ഫോട്ടോ എടുത്തിട്ട് വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞ പോലെ ചേച്ചി എന്തൊക്കെ തള്ളി മറിക്കുന്നേ ഉള്ളൂ. പിന്നെ സംഖ്യയുടെ സൂചിപ്പിക്കാനേ മതി ചേച്ചി, ധാരാളം, ഇത് മതി. ഓക്കെ. പിന്നെ പല മുസ്ലിം രാജ്യങ്ങളിലും ഇങ്ങനെ മുസ്ലിം സ്ത്രീകൾ തട്ടുവിടാതെ മുഖം മറിക്കാതെയൊക്കെ നടക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. അപ്പൊ ഇതൊന്നും വലിയ ന്യൂസ് അല്ല. പിന്നെ സംഖ്യകളെ ഉദ്ദേശിച്ചാണെങ്കിലും ഓക്കെ, ധാരാളം മതി. പിന്നെ ചേച്ചിയുടെ കാലഘട്ടത്തിൽ ചേച്ചി ആ കാലഘട്ടത്തിൽ ജനിച്ചിട്ടുണ്ടാവില്ല. ചേച്ചിയുടെ സമുദായത്തിലുള്ളവർ മാറുമറക്കാൻ ഒരുപാട് വിഷമിച്ചിട്ട് നടന്ന ഒരു കാലഘട്ടമുണ്ട്. അതിനെ കുറിച്ചും കൂടി ഒന്ന് പറയണേ. ചേച്ചിക്ക് അറിയാൻ ചാൻസ് ഇല്ല, കാരണം ആ കാലഘട്ടത്തിൽ ചേച്ചി ജനിച്ചിട്ടുണ്ടാവില്ല. അമ്മയോടോ മുത്തശ്ശിയോടോ ചോദിച്ചു നോക്കും, പറഞ്ഞുതരും. ഇനി അവർ പറഞ്ഞെങ്കിൽ ഞാൻ ഇവിടെ ഒരു വീഡിയോ വെക്കാം, അത് കണ്ടു നോക്കിയാൽ മതി. ഓക്കെ. 1920 വരെ ഇവിടുത്തെ സ്ത്രീകളുടെ മാറുമറയ്ക്കാൻ സമരം നടക്കുകയാണ്. പക്ഷേ ഇതേ കേരളത്തിൽ ഒരു സ്ത്രീ മുസ്ലിം ആയാൽ അവൾക്ക് ശരീരം മുഴുവൻ മറയ്ക്കാം. കേരളത്തിൽ തന്നെ ഈ സമരം നടക്കുമ്പോൾ തന്നെ മുസ്ലിമിന് ശരീരം മുഴുവൻ മറയ്ക്കാനുള്ള അവകാശമുണ്ട് സ്ത്രീക്ക്. ഇത് ഭയങ്കരമാണ്. സാമൂഹിക പരിഷ്കർത്താക്കൾ വളരെ കഷ്ടപ്പെട്ടാണ് സ്ത്രീയുടെ മാറ് മറച്ചു കൊടുത്തത്. അപ്പോൾ സ്ത്രീയുടെ മാനം പ്രവാചകൻ രക്ഷിച്ചു. ലോകത്തിലെങ്ങും സ്ത്രീകൾക്ക് സ്വത്തവകാശം ഉണ്ടായിരുന്നില്ല. പ്രവാചകൻ സ്വത്ത് വീതിക്കുമ്പം ആൺകുട്ടിയുടെ പകുതി സ്വത്ത് പെൺകുട്ടിക്ക് അവകാശമായിട്ട് നൽകി. ലോകത്തിലെല്ലായിടത്തും കല്യാണം കഴിക്കുമ്പം സ്ത്രീയുടെ വീട്ടിൽ നിന്ന് പുരുഷന്റെ വീട്ടിലോട്ട് സ്ത്രീധനം ഒഴുകി. പ്രവാചകൻ പറഞ്ഞു, അന്തപ്പണി വേണ്ട, സ്ത്രീയുടെ വീട്ടിൽ നിന്ന് പുരുഷന്റെ വീട്ടിലോട്ട് സ്ത്രീധനം പോണ്ട. പക്ഷെ പുരുഷൻ കല്യാണം കഴിക്കുമ്പോൾ സ്ത്രീക്ക് മുഹർ കൊടുത്ത് കല്യാണം കഴിച്ചാണ്. അപ്പൊ സ്വത്ത് വീതിക്കുമ്പോൾ അച്ഛന്റെ സ്വത്തിന്റെ ആൺമക്കളുടെ പകുതി കിട്ടും, കല്യാണം കഴിക്കുമ്പോൾ ഒരു മൊഹറും കിട്ടും. രണ്ടുകൂടെ ആയപ്പോൾ സ്ത്രീ പുരുഷനേക്കാളും സമ്പത്തുള്ളവളായി മാറി.